ഒരു ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു തോട്ടല്ലായിരുന്നു, എന്റെ നിവൃത്തികേടായിരുന്നു അത് അറ്റ് എ പോയിന്റ്. മലയാളത്തിൽ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് നല്ല 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 സിനിമകൾ മലയാളത്തിൽ കിട്ടുകയും ഞാൻ എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ പോകണം എന്നുള്ളത് എന്റെ സ്വപ്നം തന്നെയായിരുന്നു. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിക്കത് വേണ്ട, മലയാള സിനിമ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതല്ല. മലയാളം സിനിമയിൽ അടുത്തൊരു സിനിമ ചെയ്യാൻ പേടിയായതുകൊണ്ട് ഞാൻ ഒളിച്ചോടിയതാണ് ഫോർ സം ടൈം. ശരി എനിക്ക് മാനസികമായിട്ട് ഞാനൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം സന്തോഷമല്ല കിട്ടിയത്. അത് ഇത്രയും വലിയ ഹിറ്റായ സിനിമയുടെ ഭാഗമായിട്ടും എന്റെ ഉള്ളിൽ ആ യങ് ഗേൾ ഗോട്ട് ഹേർട്ട്. അപ്പൊ ഞാൻ ഒളിച്ചോടിയതാണ് ഇവിടുന്ന്. അതായത് എനിക്കിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്കൊരു ചേഞ്ച് വേണം. അപ്പൊ ഞാൻ അതല്ല വിചാരിച്ചിരുന്നത്, എനിക്ക് സിനിമ വരില്ല എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ലൈഫിന്റെ കരിയറിന്റെ അവസാനമാണെന്നാ വിചാരിച്ചത് പ്രേമം. അത്രയും ഞാൻ വിഷമിച്ചു. അത് ഞാൻ ഇപ്പൊ എനിക്ക് ആ തോട്ട് പ്രോസസ് അല്ലെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചേ. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് എന്തോ കിട്ടിയൊരു വരം പോലെ ആയിട്ടായിരുന്നു ആ ഓപ്പർച്യൂണിറ്റീസ്. ആ 3 സിനിമ എനിക്ക് വന്നത് അതെന്തോ എനിക്കതൊരു ഭയങ്കര വലിയൊരു സ്നേഹം എന്തോ കിട്ടിയത് പോലെയായിരുന്നു. അപ്പൊ നമുക്ക് അത്രയും നമ്മൾ ഡൂംഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഒരു കുറച്ച് എഫെക്ഷൻ കിട്ടുമ്പോ why would you deny it? അത് കച്ചിത്തുരുമ്പായിരുന്നു. സോ then I went there. Then പക്ഷെ whatever I faced here, അതാണ് എന്നെ അവിടെ ഭാഷ പഠിക്കാനും ആ ഭാഷയിൽ ഡബ് ചെയ്യാനും പിന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എനിക്ക് അവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള എൻ്റെ ആ മോട്ടിവേഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്.